യുക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കുന്നതിനിടെ യുകെക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത്. യുക്രൈനെ സൈനികമായി സഹായിച്ചാൽ യുകെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും റഷ്യ താക്കീത് നൽകി. ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ യുകെയിൽ സൈന്യം രാജ്യത്തിനു നേരെ പ്രയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെയാണ് റഷ്യ രംഗത്തെത്തിയത്. യുകെ ബോധപൂർവം സംഘർഷം വഷളാക്കുകയാണ്. തങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളിൽ യുകെ സഹ ആസൂത്രകരായി പ്രവർത്തിക്കുന്നു എന്നാണ് ലണ്ടനിലെ റഷ്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചത്. യുക്രൈനിന്റെ ആക്രമണങ്ങളിൽ എത്രത്തോളം പങ്കാളികളാകുന്നോ അത്രത്തോളം കടുത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. അതേസമയം റഷ്യയുടെ മുന്നറിയിപ്പിനെ യുകെ പ്രധാനമന്ത്രി ആന്റി പേണം തള്ളി. യുക്രൈനുള്ള ബ്രിട്ടീഷ് പിന്തുണ 100% അചഞ്ചലമായി തുടരുമെന്നും പ്രതിരോധ സഹായം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈന് ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ നൽകുന്നതിനെതിരെയും റഷ്യ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ റഷ്യയിലെ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഭീഷണി. എന്നാൽ റഷ്യയുടെ മുന്നറിയിപ്പിന് വഴങ്ങില്ലെന്നും യുക്രൈന് പിന്തുണ തുടരുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുക്രൈൻ പ്രതിസന്ധിയിൽ ബ്രിട്ടൻ മനഃപൂർവ്വം സംഘർഷം രൂക്ഷമാക്കുകയാണെന്ന് റഷ്യൻ എംബസി ആരോപിച്ചു. സംഘർഷത്തിൽ ബ്രിട്ടന്റെ ഇടപെടൽ കൂടുന്തോറും അതിന് നൽകേണ്ട വിലയും കൂടുമെന്നും റഷ്യ ആവർത്തിച്ചു. യുക്രൈനെ 100% പിന്തുണയ്ക്കുമെന്നും റഷ്യയുടെ ഭീഷണിയിൽ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈന്റെ ആവശ്യ സമയത്ത് ബ്രിട്ടൻ ഒപ്പമുണ്ടാകുമെന്നും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈന് സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുക എന്നതാണ് ബ്രിട്ടന്റെ നിലപാടെന്നും മുൻ പ്രധാനമന്ത്രിമാരുടെ കാലത്തും ഇതുതന്നെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യക്കുള്ളിലെ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങൾക്കെതിരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ മോസ്കോ മേഖലയിലേക്ക് ഏകദേശം 620 ഡ്രോണുകൾ എത്തിയതായി റഷ്യൻ അധികൃതർ പറഞ്ഞു. ഇതിൽ 180-ലേറെ ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും അധികൃതർ അവകാശപ്പെട്ടു. ശനിയാഴ്ച രാത്രിയിലും യുക്രൈൻ റഷ്യയിലേക്ക് ഏകദേശം 822 ഡ്രോണുകൾ അയച്ചതായി റഷ്യൻ അധികൃതർ പറഞ്ഞു. ഇതിൽ 600 എണ്ണം മോസ്കോ ലക്ഷ്യമിട്ടതായാണ് അവകാശവാദം. ആക്രമണങ്ങളിൽ റഷ്യയിൽ 7 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മോസ്കോ മേഖലയിലെ ആക്രമണത്തിൽ 10 വയസ്സുകാരിക്ക് പരിക്കേൽക്കുകയും ഓൺലൈൻ റീറ്റെയിൽ കമ്പനിയായ വൈൽഡ് ബെറീസിന്റെ ഗോഡൌണിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. യുക്രൈന് 10,000-കണക്കിന് ഡ്രോണുകൾ നൽകുമെന്ന് ഏപ്രിലിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ദീർഘദൂര ആക്രമണ ഡ്രോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബ്രിട്ടൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ സൈനിക സഹായ പാക്കേജാണിത്. കഴിഞ്ഞ മാസം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആന്റി പേണം എത്രകാലം വേണമെങ്കിലും ബ്രിട്ടനെ ആശ്രയിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ സഹായിക്കുന്ന പുതിയ സ്റ്റോൺ ക്ലോക്ക് സാങ്കേതികവിദ്യയും യുക്രൈന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം യുക്രൈനിൽ റഷ്യ നടത്തിയ പുതിയ മിസൈൽ ആക്രമണങ്ങളിൽ 17 പേർ കൊല്ലപ്പെട്ടു. വടക്കുകിഴക്കൻ യുക്രൈനിലെ പെജനിഹി ഗ്രാമത്തിലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. 2 റഷ്യൻ മിസൈലുകൾ വീടുകളും കഫയും പോസ്റ്റ് ഓഫീസും തകർത്തതിനെ തുടർന്ന് 10 പേർ കൊല്ലപ്പെട്ടു. സുമിയിൽ 3 പേരും പൊറീഷ്യയിൽ 2 പേരും ഖേസണിൽ 2 പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. യുക്രൈന്റെ റഷ്യൻ പ്രദേശങ്ങളിലെ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ ആഭ്യന്തര ഇന്ധന വിതരണത്തെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ബ്രിട്ടീഷ് ഡ്രോണുകൾ ഉപയോഗിച്ചതായി ഒരു സൈനിക ഉറവിടവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 35 ബില്യൺ പൗണ്ടിലേറെ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. റഷ്യൻ പ്രദേശത്തേക്ക് ബ്രിട്ടീഷ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി റഷ്യ നേരത്തെയും ആരോപിച്ചിരുന്നു. ഇപ്പോഴത്തെ സംഭവത്തോടെ ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.